നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ 79ാം വാർഷികമാണ്. കേവലം കച്ചവടക്കാരായി ഇന്ത്യയിലേക്ക് കടന്നു വന്ന 200ഓളം വർഷം നമ്മെ ഭരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോയ ബ്രിട്ടീഷുകാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ 200 വർഷം നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസങ്ങളും വർഷങ്ങളുമായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരായ ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുടെയും നിരവധിയായ വനിതാ നേതാക്കളുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായും കേരളത്തിൽ നിന്ന് വേലുത്തമ്പി തളവ, പഴശ്ശിരാജ എന്നിവരുടെയും എല്ലാം പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് നമുക്ക് നമ്മുടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. നാം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യ വളരെ സുശക്തമാണ്. 2047 ആകുമ്പോൾ 100ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ ഒരു ശക്തമായ രാജ്യമായി മാറും. എല്ലാ രീതിയിലും സുശക്തമായ ഒരു ഇന്ത്യ. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയെ ഒരു ശക്തമായ രാഷ്ട്രമായി കെട്ടിപ്പടുക്കുവാൻ സർക്കാരിനോടൊപ്പം, കേന്ദ്ര സർക്കാരിനോടും കേരള സർക്കാരിനോടൊപ്പം നിന്ന് നമുക്കും പ്രവർത്തിക്കാം.